കേസ് ഇപ്പോൾ നമ്മൾ ആലപ്പുഴ ജിംഖാന കണ്ടുവന്നു നമ്മൾ കോഴിക്കോട് ജിംഖാനയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അസറിൻ്റെ 5 ബോക്സറുണ്ട്, ഞാനും വലിയ പ്രൊഫഷണൽ ബോക്സറായുണ്ട്, ഇതിൻ്റെ അസിസ്റ്റൻറ്റ് ബോക്സറായുണ്ട്. ഞങ്ങൾ ഫുൾ ബോക്സിംഗ് ആണ്, എല്ലാ ബോക്സിംഗും ഉണ്ട്. നീ ചോദിക്കണ്ട, പറഞ്ഞ കേട്ടാൽ മതി, ചോദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഇതിൻ്റെ പേരെന്തി കോഴിക്കോട് ബീച്ച്, കോഴിക്കോട് പ്ലേസ് പറഞ്ഞോളാ. ഞങ്ങളെല്ലാ ശനി ഞാനും ഇതിനൊക്കെ ഉണ്ടാവും. എല്ലാവരും പോരാ കോഴിക്കോട് തായ് എന്തോ ഒരു ഫുഡിന്റെ ബീച്ചിന്റെ അവിടെ തായ് ഇതിന്റെ പേരാട്ടോ, ബീച്ചിന്റെ അവിടെ സംസാരിക്കാൻ മതി അല്ലേ. ചെക്കനാ ചൊടുക്ക് കാട്ടും പുതരിയും വെടിക്കെട്ടിന്റെ താളത്തിൽ നിന്ന് ചാടിമറിഞ്ഞ അസറുക്കയുടെ അനിയനിതാ. മലപ്പുറത്തിന്റെ മഞ്ചും കോഴിക്കോടിന്റെ മണവാളനും. മലപ്പുറത്തിന്റെ മഞ്ചും കോഴിക്കോടിന്റെ മണ്ണിന്റെ എനിക്ക് പേടി. കുത്തലോട്ടോ ജഡ്ജിൽ ക്യാമറയാണ് വെച്ച അങ്ങനെ കീറടിച്ചിട്ടോ മുമ്പിൽ കാണുമ്പോൾ സൗദേ സ്റ്റെപ്പ് ഉണ്ട്, കാർഡ് ഇവിടെ കുറെ ഇതുണ്ട്, സീക്രട്ട് കോഡ് ഉണ്ട്, അതൊന്നും കാർഡ് തരാൻ പറ്റില്ല. അതിനോണ്ടാണ് കുത്താൻ പറ്റില്ലേ. ഞാൻ കിക്ക് ബോക്സിംഗ് നമുക്ക് വരുത്താതെ ചത്തിറക്കണം. ജസ്റ്റ് ഒരു പഞ്ച് ചെയ്തിട്ടുള്ളൂ. പോകുന്നതിന്റെ പുറമെ ഞാൻ പറ്റിയ ക്യാമറമാനെ നാളെ പോകണം. എന്തൊക്കെ പറയുന്നു കേട്ടോ. ഇങ്ങനെ കഴിവ് ആർക്കും അനങ്ങാതെ പോകണം. എടുക്കാൻ പറഞ്ഞു എന്നിട്ട് പൊട്ടനൊക്കെ പേടിച്ചിട്ടുണ്ട്. ട്രെയിനർ 1, ട്രെയിനർ 2, നമ്മളെ ഒരു ട്രെയിനർ ട്രെയിനർ 2 പേരെന്താ ഫിയർ ഓഫ് ഗോഡ് ബാക്കിൽ എഴുതിയത്. സംഭവം പറഞ്ഞാൽ ബ്ലോഗ് വേണ്ടി ഉഷാറില്ല. ഇവന്റെ ബ്ലോഗ് തന്നെയാണ്. പക്ഷേ ഇവന് വിഷ ചത്തയാണ്ട് ഇവനെ കണ്ടാണ് അവർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ പഞ്ചിങ് പോട്ടെ. പേര് ചോദിച്ചോടാ. ഇങ്ങനെ മാസ്റ്റർ കുഞ്ഞാപ്പൂ, നമ്മളെ ജിമ്മത്തിൽ കുഞ്ഞാപ്പാണ്. അപ്പോ ലൈൻ കട്ട് അടുത്ത നല്ല ദൃശ്യമായി നമ്മൾ കാണിച്ചു തരുന്നതാണ്. ലൈൻ കട്ട് ഏതാ ബോർഡ് ജിംഖാന. എനിക്കെന്നെ ഇത് വയ്ക്കൂല. ഞാന് കിക്ക് ബോക്സിംഗ് വേണ്ടേ ഏതറിയോ പഠിപ്പിച്ചിട്ടൊന്നും മറന്നിട്ടില്ല. ഞാൻ
കുട്ടി പറഞ്ഞേ അവിടെ നിൽക്കാൻ പാടില്ല, ഒന്നും പാടില്ല, പരിക്കുണ്ടാവും. ക്ഷീണം പറഞ്ഞു. പഠിച്ചു നോക്കണേ. നിൽക്കൂല കേട്ടോ. റെസ്റ്റ് ഞാൻ റെസ്റ്റ് പിടിച്ച ഞാൻ കണ്ടോ. കാലോട്ട് കാട്ടാൻ പറ്റുമോ? കാലോട്ട് എന്ത് പല രീതിക്കും അടി ഇതല്ലേ എന്റെ ചിഹ്നം? എന്താ എപ്പൊ ഇച്ചെന്താ കാണിച്ചെന്നെങ്കിൽ അല്ലേ? അപ്പൊ നേരം നേരം വരാം. ഓക്കെ ഓക്കെ എന്താ പറഞ്ഞ ഇത് പിടിച്ച ഞാൻ എങ്ങനെ അറിയാം ബോക്സിങ്? അന്റെ തീട്ട് കളിയിൽ തൊട്ട് കളിച്ചിട്ടുണ്ട് ബോക്സിങ്. എന്താ കളിച്ചേ നോക്കട്ടെ. എന്താണ് അത് കിട്ടിയില്ല. ഇപ്പൊ എന്താ ഇവിടെ മെയിനാണ്. വൺ ലെഫ്റ്റ് അല്ലേ സൗത്ത്? പൊടി ഞാൻ മറ്റേ കളിക്കാരാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് ഞാൻ ടൈപ്പോണ്ടായുണ്ട്. ഇതൊക്കെ ഭയങ്കര നിസ്സാരം. എനിക്ക് പിന്നെ നിസ്സാരം ഫുൾ അടി കേട്ടോ. ഞാൻ ചാടട്ടെ സൗത്ത്
ചെയ്തോ. ഇവനല്ലേ എനിക്ക് പിന്നെ ആ കൂടിയാ മടക്കി കളില്ലേ സത്യം ഒന്നെടുക്കും ഓരോ നിസ്കരിച്ചുമ്പോ ഒന്നും സ്ഥലത്ത് കിട്ടല. ഇപ്പൊ മടക്കി വെച്ച് ആണോ വേറെ ഓക്കെ. അത്ര ചാടാൻ പാടില്ല, ചെറിയ ചാട്ടണം. ഒരു അടിക്കണ്ടല്ലോ അപ്പത്തെ കടക്ക 32 പല്ലും നോട്ടത്തിന് കണ്ട 32 പല്ലും അടിയിലുണ്ടാവും. എന്ത് ഇയാളാട്ടിന് ഇയാളെന്താ അതാ ഏയ് ആ ആ ആ ആ ഇവിടുന്ന് കാട്ടി അങ്ങനെ ഒരു വിളിച്ചാണി ഇയാളെന്ത് ചെയ്യണെന്ന് മനസ്സിലാവണില്ല. ഇത് പിന്നെ ചർച്ച ചെയ്യാം. How to set a girlfriend. പോയി അവിടെ കരിസ്തനിക്സ് ആണ്. ഓ ടൈം എടുത്തത് അങ്ങനെ അതാണ് ഇപ്പോ കാലിസ്റ്റനിക്സ്. അസീബ് അറിയില്ലെങ്കിൽ ഞങ്ങളെ അസീബ് ഞങ്ങളെ ക്ലാസ്സിൽ ചങ്ങായിണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ ഇതേമാതിരി കാലിസ്റ്റനിക്സ്. പ്രൊഫഷണൽ കേട്ടോ, ഇവിടെയൊക്കെ പ്രൊഫഷണൽ. ഇയാള് ബോക്സിങ്, അവിടെ കാലിസ്റ്റനിക്സ്. ഓ അവിടെ കിട്ടിയേ കോച്ച് കിട്ടണം, ഇങ്ങനത്തെ കോച്ച് കിട്ടണം. 14 ബോട്ട് രണ്ടാഴ്ച കോഴിക്കോട് എല്ലാവരും പോരാ. ഞാൻ ഉറപ്പിച്ചു ഗേൾസിനും ബോയ്സിനും വരാം. ഗേൾസ് ആണോ? അനക്കെന്താണ് ഇത് നാട്ടിന്? ഇത് അയർമാനോ? ഓ ഞാൻ പ്രൊഫഷണൽ കേട്ടോ. ബോഡിയൊക്കെ അതിൻ്റെ കറക്റ്റ് നെറ്റില് നമ്മളെ പുസ്തകം ബോഡി
മീഡിയം പൊടി ഓവറല്ല മറ്റു സ്കിന്നിയല്ല. അഞ്ചിങ്ങനത്തെ പൊടി ആക്കണേ അത് മീഡിയം. മോണ്ടണ ഇയാള് ബോക്സിംഗ് ആണ്. ഇയാള് അവിടെ എന്തൊക്കെ കാട്ടുന്നത് ജെയ്സിടെ എന്തൊരു കാട്ടണ അവിടുന്ന് അടുത്ത ആള് ഈ സൗദിന്റെ വളയാട്ടേക്കാരോടെ ഇത് പെരുമ്പാറില്ലേ മുതുക്കൻ കിട്ടാ മതി. ഞാൻ അവിടെ മയങ്ങാൻ കട്ടെ എനിക്ക് മയങ്ങല ചാവും. ചാവും. ഓക്കെ ചാവും. എനിക്ക് കരകാടി അഞ്ച് കാട്ടിക്ക അതാർക്കാ വയ്ക്കാത്തത്? ഇത് നമുക്ക് മേക്കും കൂടി. ഇപ്പൊ പോകും ആര് കൂടുതൽ കുറിച്ചപ്പെടുത്തു എത്ര ദിവസം കൂടി നോക്കാം നമുക്ക്? 1 2 3 4 5 6 7 8 രണ്ടെണ്ണം ഇപ്പൊ പകുതിരിക്കുള്ളൂ. ഒന്നിനെ പകുതിരിക്കുള്ളൂ. അജാസ് 1 2 3 4 5 6 7 8 9 10 ഇത് വെച്ചിട്ടോ 12 13 15 15 ഇടോ. നീ എന്താ അവിടെ? ആകെ തന്നെയുള്ളൂ, ഇതിലൊന്നുമില്ല. എന്താണത്? ആയോടെ അപ്പൊ ജിമ്മിന് പോയി കണ്ട അവിടെ എന്താ കാട്ടിക്കൂട്ടല്? എന്താണ് ഇവിടെ ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചാണ്ട് ടെസ്റ്റ് മാത്രം പൊന്തിച്ചില്ലേ? ഹായ് ഗൈസ്, അപ്പൊ നമ്മള് ഒന്നുമില്ല, നമ്മള് ബോക്സിംഗ് കഴിഞ്ഞ് നേരെ നമ്മള് ബീച്ചിക്ക് വന്നേക്കാണ്. അപ്പൊ മോനെ എല്ലാരും നമ്മള് ഇപ്പൊ ബാണസുര ഡാം, എന്താ സാഗർ ഡാം, ബാണസുരല്ല മറ്റേ വയനാടത്തെ ഡാം കൂടെ ഒക്കെ നമ്മള് ബോട്ട് റേസ് നടത്തിയേക്കണ്. പറഞ്ഞേക്ക് ബോട്ട് കൂടെ നമ്മള് ബോട്ട് റേസ് നടത്തിയേക്കണ്. പക്ഷെ ഇതൊരു എക്സ്പീരിയൻസ് ആയിക്കാണ്. കടൽ കൂടെ കടൽ യാത്ര എക്സ്പീരിയൻസ് തന്നെ കാണാം. കടലിൽ കൂടെ പോകുമ്പോ കടൽ യാത്ര അല്ലല്ലോ, പോയ യാത്ര കിട്ടാ. നമ്മളെ മച്ചാനെ അറിയാം, മച്ചാനെ കണ്ടെടുക്കണം. നമ്മളെ മച്ചാൻ ഞങ്ങളുടെ കയറ്റി വിട്ടു. നിങ്ങൾ നമ്മുടെ ചെക്കന്മാരാണ്, നിങ്ങൾ കയറിക്കോളി പറഞ്ഞു. മാനസ
ബാണസുര ഡാം ബാണസുര മച്ചാനളി ഇതാണ് മച്ചാൻ മൈക്ക് എനിക്ക് പറയാറില്ല എന്താ പറയണ്ടേ എന്താ പേര്? അനന്തു. വീട് ഇവിടെ തന്നെ. അപ്പൊ കോഴിക്കോടേക്ക് വരുന്ന എല്ലാരും കേറാം. എല്ലാരും വരിക. എക്സ്പീരിയൻസ് ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങള് ലൈഫ് ടൈമില് ഒരു കത്തയിലും ഇതൊരു പ്രൊമോഷൻ അല്ല, വീഡിയോ അല്ല, പ്രൊമോഷൻ അല്ല. ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ പറയും. നിങ്ങൾ വ്ളോഗിനെ കണ്ടോളി. ഞങ്ങളൊന്നും പറയൂല. ഇത് പ്രൊമോഷൻ അല്ല, ഞങ്ങള് അഭിപ്രായം ഞങ്ങൾ തന്നെ പറഞ്ഞതാ. ലൈഫ് ടൈമിൽ ഒരു വട്ടയിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണിത്. ഞങ്ങൾക്ക് ഇനി ഒരു 10-15 ദിവസമുള്ളൂ ഈ മാസം 10-15 ദിവസം കൂടി കോഴിക്കോടേക്ക് വരുന്ന ആള് 10-15 ദിവസം. I love you കോഴിക്കോട്. ഐ ലവ് യു കോഴിക്കോട്. ഐ ലവ് യു. I love you. ഐ ലവ് യു. ഐ ലവ് യു കോഴിക്കോട്. അപ്പൊ ഞങ്ങള് സിറ്റിന്ന് പറഞ്ഞ ഓഫർ ഉണ്ട്, 100 രൂപ കൂട്ടി തരും. അതെ, സൗദി സിറ്റിന്റെ ആൾക്കാർ പറഞ്ഞാല് 100 രൂപ കൂട്ടി തരും. കൊറക്കല്ല, കൂട്ടി തരും. അപ്പൊ ഞങ്ങൾ ഇന്നാ ബോട്ടിൽ കേറിയിട്ട് ബാക്കി കാണിച്ചരാ. ഗായ്സ് നമ്മള് ജാക്കറ്റ് ഇടാൻ പോവാണ്. ഈ വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? The best experience my ever had in my life. കടലിൽ പോവാൻ നിൽക്കാണ്. അപ്പൊ നമുക്ക് ഫർസാന്റെ ചോദിച്ചു നോക്കാം. ഫർസാൻ പറയും. അതൊക്കെ എന്താ തോന്നണേ? ഇതൊക്കെ ഇടുമ്പോ എന്താ തോന്നണേ? എന്ത് തോന്നുന്നു പോട്ടത് ബുള്ളറ്റ് പ്രൂഫ് ഷീൽഡൊക്കെ ഇട്ട പോലെ തോന്നുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. ഇപ്പം പോരൂലോ, മാറ്റൂലോ. സൗദി എന്ന് പറഞ്ഞ പണ്ടേ കത്തല അല്ലേ? കത്തല് പറഞ്ഞ കത്ത് അത്രേ ഉള്ളൂ. പറയാൻ എന്നെ കിട്ടണില്ല. ഞാൻ വലിപ്പല്ലേ ഇച്ചാണ് കൊണ്ടുപോയത് ഇന്ത്യൻ ആർമി. അതിന്റെ ഇടയിൽ കൂടി ഇന്ത്യൻ ആർമി. അയാൾ ഫർസാനോട് ചോദിച്ചു ഒരു വൈബ് ഇട്ടുണ്ടോ, മിലിറ്ററി വൈബ് ഇട്ടുണ്ടോ? ഇല്ല പറഞ്ഞു. നമുക്ക് വൈബും കിട്ടില്ല. അവൻ ബൈസെപ്സിനെ അടിച്ചു. അവിടെ ബൈസെപ്സിനെ എന്തിനാ അടിച്ച്? ഓൻ ആ ബോട്ട് ഉന്തി നീക്കാൻ ഒറ്റക്ക് നീക്കൂലേ? ഞാൻ ഒറ്റ വരലോണ്ട് ഇങ്ങനെ നീക്കും. പിന്നെ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് ബാക്കി കാണാം. ഓക്കെ, Oh guys, നമ്മൾ ബോട്ടിൽ കയറിയാണ്. ഫോണൊക്കെ എടുത്താൽ ഫോൺ എടുത്തുകൂടാ. കാറ്റല്ല, ഇവിടെ ചവിട്ടാനാണ്. അജാസ് കേറിയപ്പോ തന്നെ മെസ്സേജ് അയച്ചേ. ഞാൻ ബോട്ട് കയറാണ്ടോ, എനിക്ക് എന്തേലും പറ്റുകയാണെ എന്തേലും പറയണം. ഇങ്ങോട്ട് വരും. എനിക്ക് നല്ല ഇഷ്ടം. ഇനി എന്നൊക്കെ പറഞ്ഞിരിക്കണേ. ഒരു എന്താ പറയാ, അജാസ് കേറിയപ്പോ തന്നെ എന്താ പറയാ, അത്രയും വൈബ്. എന്ത് വൈബാണോ? അതിന് മറ്റെടുത്തിട്ടാ പോരെ. ഞാൻ പിന്നെ കിട്ടുന്നുണ്ട്. പിടിച്ചോ? ഞാൻ പിടിച്ചോണ്ട് വരും. എന്താ
ഗിയറൊക്കെ ഉണ്ടാവോ? എന്ത് ഞാൻ ബോട്ടിട്ട് പോയിക്കൊണ്ടടാ. മടക്കിയൊക്കെ വരട്ടെ, മടക്കിയൊക്കെ വരട്ടെ. ഇതാണ് ഞങ്ങളുടെ ബോസ്. ഒരു സ്രാവൊക്കെ വരും. തലമുന്തോ നമ്മളിവിടെ എത്തിട്ടോ, ലാസ്റ്റ് നടുവിലെത്തി. ഇത് എത്ര മീറ്റർ അപ്പുറത്തേക്ക് നമ്മള് 2-3 ഞങ്ങൾ ലക്ഷദ്വീപ് എത്തിട്ടോ. കാശ്മീർ ട്രിപ്പ് ഒക്കെ ക്യാൻസൽ ആക്കിയപ്പോ ഞങ്ങൾ ലക്ഷദ്വീപ് ഞങ്ങള് കാശ്മീരിലല്ല കേട്ടോ, റിസോർട്ട് അവിടെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് പോവാൻ നിക്കാണ്. ഇവിടെ ഇല്ല നമുക്ക് ഇങ്ങനെ നിക്കാൻ വെക്കില്ല. വെറുതെ കയറി മസാജ് ഞങ്ങൾക്ക് വെറുതെ കിട്ടണം. നിങ്ങൾ വെറുതെ മസാജ് കയറി നമ്മക്ക് വെറുതെ കിട്ടി. വെറുതെ കയറ്റിട്ടില്ല. അയച്ചു കൊടുക്കണം. കോഴിക്കോട് ഡ്രൈവർ കേട്ടോ. അത്രയും അടിപൊളി വൈബിലെ സീനാണ്. കടലിന്റെ നടുവിലാട്ടെ നമ്മള് ചുറ്റോട് കടലിന്റെ നടുവില്. ലക്ഷദ്വീപിലാണ് ലക്ഷദ്വീപ് യാത്ര. ഇവിടെ പിടിച്ചാലൊക്കെ ഉണ്ടല്ലേ, വെള്ളത്തിൽ ചാടണ്ട, കിട്ടൂല. വെള്ളം നോക്ക്. പിന്നെ താവൂലേ അതല്ല ഇതുണ്ടേ കരയൊന്നുമില്ലല്ലോ. അറബിക്കടൽ അപ്പുറത്തൊന്നുമില്ല. ഇവിടെ ഇതില്ലല്ലേ, അപ്പുറത്തൊന്നുമില്ല. അപ്പുറത്ത് സൗദി അറേബ്യ. അങ്ങനെ അവിടെ വേറെ മീൻ ബോട്ടാണ്, മീൻ ബോട്ട്. അങ്ങനല്ല, വെള്ളത്തിലോ പമ്പോ അവിടെ പമ്പുണ്ട്. അന്നെ മോട്ടറാക്കട പൊട്ട. ചെയ്യണോ? നല്ല ഇളക്കുണ്ട്, നല്ല ഇളക്കുണ്ട്. കട്ടായല്ലോ. GPS ഉണ്ടാവും. ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ, GPS.
അത് മീൻ പിടിച്ചാൽ മുമ്പ് തൊട്ടാ അല്ലേ? നല്ല മസാജ് അല്ലേ? നിങ്ങൾക്ക് പൈസ വെറുതെ പോയി. അത് ഫോണാടാ പൊട്ട ബെല്ലേ. നല്ല വ്യൂ ആണ് guys. ഇറങ്ങി നോക്കാം. ചെരുപ്പിട്ട് വന്നിട്ട് കാല് പൊട്ടുന്ന എന്തായാലും കണ്ടില്ല. ഇന്നെ കയറ്റു, ഞാൻ പാൻറ് ഊരി, ഞാൻ ബോക്സറിന് പോകും. വന്ന എന്നെ ഇന്നും കൂടി കൊണ്ടുവരാറില്ല. അല്ലോ ഈ ഫോൺ പോയി കോടികളാണ് വേറെ ഒന്നും കൊടുക്കാൻ പറ്റൂട്ടോ പോയാലും എന്താ അറിയില്ല. പോണേ മറന്നു. ഇപ്പൊ കേറിയപ്പോ തുടങ്ങിയാണ് മെസ്സേജ് അയക്കാന്. ഞങ്ങൾ സേഫാണ്, നടുക്ക് എത്തിക്കണ കേട്ടോ. ഇപ്പൊ എത്തുമ്പോ അവിടേക്ക് തന്നെ ഇന്ത്യ കിടക്കണേ. അമർത്തി കുടിച്ചിന് തമ്പുരാനെ. പ്രൈവറ്റ് ആയിട്ട് ഒരു ഫോട്ടോ എടുത്തു. ഞാൻ പൈസ കൊടുത്തു പറഞ്ഞു, നമുക്ക് പൈസ വിഷയല്ലായിരുന്നു. കിട്ടും. അല്ലല്ല അടുത്ത സ്പോട്ട് എത്തി. ലൈഫ് ഗാർഡോ കേരള പോലീസ് ഞങ്ങൾ പൊക്കിയായി ചന്ദനം കടത്തി. ഓ ലാസ്റ്റ് അമ്മക്കന്നെ വൈബ്. പിന്നെ കടലിൽ ഇറങ്ങിയാണ് വെള്ളം അന്നൊരു ക്രെഡിറ്റ് കാർഡ് ഞാൻ അടുത്ത സ്പോട്ട് എത്തി ഗായ്സ്. ലക്ഷദ്വീപിന്റെ വേറെ നടു. അടുത്ത ലക്ഷദ്വീപ് എത്തി. ഞങ്ങളിപ്പോ കര കടന്നു. ഈ ഒരു വേറെ കരയെന്ന് വേണ്ട, ഇതിപ്പോ അടുത്ത സ്ഥലമാണ്. അങ്ങനെ ഇവിടെ എത്ര ആയ ഉണ്ടാവും? എന്ത് ഇവിടെ എത്ര ഉണ്ടാവും? കിൻഡലടി എന്താ പോന്റെ കഥ?
ഉള്ളൊക്കെ നനഞ്ഞി. ആകെ നഞ്ഞ് ബോക്സർ ഇട്ട് പോകാനും പറ്റൂല കഞ്ഞി. ഞങ്ങള് ജ്യൂസ് ഇടണം. ഓ ഏതൊരു റോഡിലോട്ട് പോവാ ഫാമിലി അല്ലെങ്കിൽ അടിച്ച മണ്ണൊക്കെ പോയി. ഞാൻ ഷൂവും കച്ചി പിടിച്ച് പോവാട്ടോ. ചൂടില്ല. കഴിഞ്ഞോ നമ്മളെ കരയ്ക്ക് പോവാ. ലക്ഷദ്വീപ് എത്തി ലക്ഷദ്വീപ്. ഞങ്ങൾ ലക്ഷദ്വീപിൽ നിന്നാണ് വണ്ടി എടുത്തത്. കോഴിക്കോട് എത്തി. ഇവിടെ ഒരു പാർക്ക് ചെയ്യണ്ടേ വണ്ടി പാർക്ക് ചെയ്യണ്ടേ? വണ്ടി പാർക്ക് ചെയ്യണം. ഇപ്പൊ എവിടെയെങ്കിലൊക്കെ നല്ല സ്ഥലം നോക്കിയാണ്ട് യൂട്ടേൺ എടുക്കാണ് ഗായ്സ്. ലാസ്റ്റ് ആണ് എല്ലാവരും നിൽക്കണ്ടേ. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഭാഗ്യല്ലേ. ഭാഗ്യം ബാക്കിൽ വണ്ടി കൂടെ ഇറങ്ങിയാലോ? വേണ്ട നീച്ചണ്ടായി. നീച്ചില്ലല്ലോ. ഞാൻ പാന്റ് ഇന്റെ ബോക്സർ നഞ്ഞ വേഗം കാണും. അയ്യോ പാൻ്റൊക്കെ നഞ്ഞ് മൂട് നഞ്ഞ്. ലക്ഷദ്വീപ് എത്തി. സമയായി. ഇപ്പൊ തന്നെ ഇല്ലല്ല തീയല്ല ഓണ്ട ബാക്കിരിഞ്ഞ അഞ്ഞത് പനാ. ഓ സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങൾ നാടായ നിലമ്പൂരിലേക്ക് എത്തി. സമാധാനല്ലേ? ഫർസാന്റെ കണ്ണാളൊക്കെ പൊട്ടിയായി. ഫർസാന് കണ്ണടക്കം അവിടുന്ന് ഭയങ്കര മെയിനായിട്ട് കണ്ണടക്കം എടുത്ത് വന്നോ. പക്ഷെ അവൻ വന്നിട്ട് കാര്യമൊന്നുമില്ലേ? അല്ല കാര്യം ഉണ്ട് അങ്ങനെ ഇടയ്ക്ക് സായിപ്പോപ്പിലെ 144 സൺഗ്ലാസ് ആണ്. സൺഗ്ലാസ് പറഞ്ഞാൽ എന്താണ്? സണ്ണ് പോകുമ്പോ ഇടുന്ന ഗ്ലാസ്. അപ്പൊ സണ്ണി പോയാൽ നമ്മളെ പൊട്ടിച്ചു. ആ പൊട്ടിച്ചല്ല പൊട്ടിയതാണ്. കൽപ്പിച്ചു കൂട്ടി ഇബലാരോ കുയിന്താട്ടി പൊട്ടിച്ചു. ഇനിയിപ്പൊ അങ്ങനെ ആവട്ടെ. ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ്. ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ. ലൈക്ക് സൗദേ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ്. നിൽക്കണ്ട. ടാറ്റാ.